അങ്ങനെ ചേച്ചിക്കുള്ള ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ നേരെ കൊല്ലം ബീച്ചിലേക്കാണ് പോയത്. ഇന്ന് നമ്മളെ കൂടെ കുറച്ച് റിലേറ്റീവ്സും കൂടെ ഉണ്ട്. ബീച്ചിലാവട്ടെ സാധാരണ ദിവസത്തെ പോലെ അല്ലായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കൊക്കെ കുറവായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ നീലു ബേബി. നീലു ബേബി അങ്ങനെ എന്നോടൊന്നും മിണ്ടാറില്ല കേട്ടോ. നല്ല ക്ലോസ് ആയാലേ മിണ്ടാറുള്ളൂ. അങ്ങനെ നമ്മളെല്ലാരും നല്ല കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഞാൻ ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ബജ്ജി കടയിലോട്ട് വന്നേ. അവിടുന്ന് നമ്മൾ 2 സെറ്റ് മുളക് ബജ്ജി, പിന്നെ 1 സെറ്റ് മുട്ട ബജ്ജിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കോളിഫ്ലവർ ഫ്രൈ ആട്ടോ വാങ്ങിയത്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നീലുവിന് ഇതൊന്നും വേണ്ടാത്തതുകൊണ്ട് മോൾക്ക് വേണ്ടി നമ്മൾ ഒരു ഐസ്ക്രീം കൂടി വാങ്ങി. എനിക്ക് വാങ്ങിയ സാധനങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ മുട്ട ബജ്ജി. അതുകൊണ്ട് ഞാൻ അതാണ് കഴിച്ചത്. ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ പോയി 3 ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് വരാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ എന്തോരം നോക്കിയിട്ട് നീലു എന്നോടത്ത് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. കുറെ പ്രാവശ്യം സംസാരിച്ച് നോക്കി, എന്നിട്ട് ഒന്നും മിണ്ടുന്നേ ഇല്ല. നീലു ഒക്കെ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നീലുവിനെ കാണുന്നത്. മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നോടൊന്നും മിണ്ടാത്ത. ബീച്ചിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തങ്കശ്ശേരി വഴി പോകാന്നാണ് കരുതിയത്. അങ്ങനെ അതുവഴിയായിട്ടാണ് നമ്മൾ വന്നത്. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഇവിടെ നല്ല രീതിയിൽ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ഇറങ്ങി കാണാന്നായിരുന്നു. നല്ല ഭംഗിയിലാണ് ഇവർ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുവഴി പോകുന്ന ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഇറങ്ങി ഇതൊന്നും കാണാതെ പോവില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി നീലുവിന് ബീച്ചിൽ പോകുന്ന കേട്ടോ ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇവിടെ വന്നപ്പോൾ മുഖത്ത് ഇത്തിരി ചിരിയൊക്കെ ഞാൻ കണ്ടു കേട്ടോ. പക്ഷെ ഞാൻ മോളെ നോക്കിയത് കണ്ടപ്പോ തന്നെ അവള് ചിരി അങ്ങ് മാറ്റിയ മുഖത്തുനിന്ന്. നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ നീലുവിന്റെ വീട്ടിലേക്കാണ് പോയത്. നീലുവിനെയൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് നമുക്ക് രാത്രി കഴിക്കാൻ വീട്ടിൽ ഫുഡൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉമ്മാന്റെ കടയിൽ കയറി ദോശയും പൊറോട്ടയൊക്കെ വാങ്ങിയിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വേറെ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.